തിരുവല്ലയിൽ കാണാതായ 15-കാരി പെൺകുട്ടിയെ കണ്ടെത്തി. പെൺകുട്ടി തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. കേസിലെ പ്രതികളായ തൃശൂർ സ്വദേശി അതുൽ എന്നിവർ നേരത്തെ തന്നെ പിടിയിലായിട്ടുണ്ട്. സുജു ടി ബാബു ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. സുജു, ഈ പെൺകുട്ടിയെ തിരികെ ലഭിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുലർച്ചെയാണ് വരുന്നത്. ഈ പിടിയിലായ പ്രതികളുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ടോ? ഈ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണ് തുടരുന്നത്? കാവ്യ, ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ സ്വമേധയെ ഹാജരാകുകയായിരുന്നു. ഈ കേസിൽ ഇപ്പോൾ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതായത് ആദ്യം കാവ്യ സൂചിപ്പിച്ച പോലെ അജിൽ മറ്റൊരാൾ ഇവരെ കടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ച മൂന്നാമനാണ് അന്തിക്കാട് സ്വദേശി ജയരാജാണ് പിടിയിലായിരിക്കുന്നത്. ഈ പെൺകുട്ടി സ്റ്റേഷനിൽ ഹാജരായ ശേഷം അതിന്റെ മൊഴിയെടുത്ത അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ യുവാക്കളെ, അതായത് പെൺകുട്ടിക്കൊപ്പം ആദ്യം ഈ സ്കൂളിന്റെ പരിസരത്ത് നിന്ന് ബസ്സിൽ കയറി യാത്ര ചെയ്ത യുവാക്കളാണ് അതുലും അജിലും. ഇവർ തൃശൂർ സ്വദേശികളാണ്. ഇവരെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു. അതുലിനെ KSRTC ബസ്സിൽ നിന്ന് മൂവാറ്റുപുഴ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രതി അല്ലെങ്കിൽ രണ്ടാമതായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആള് അജിലിനെ തൃശൂർ അന്തിക്കാട് പുത്തൻ പീടികയിൽ നിന്നാണ് പോലീസ് രാവിലെ 7 പിടികൂടിയിരിക്കുന്നത്. മൂന്നാമനെയും ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തന്നെ അന്തിക്കാട് സ്വദേശിയാണ്. ഇദ്ദേഹത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിൽ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികളെ ചോദ്യം ചെയ്യുക, പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ അതിൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു പോലീസ് ഇപ്പോൾ ഇത് പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇത് തട്ടിക്കൊണ്ടു പോകൽ ഇത് തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ് കേസുമായി മുമ്പോട്ട് പോകുന്നത്. ഏതായാലും 3 പ്രതികൾ ഇപ്പോൾ പിടിയിലാണ്. എന്തായാലും വലിയ ആശ്വാസകരമായ വാർത്തയാണ്. രാവിലെ ഈ പെൺകുട്ടി തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഹാജരായെന്നുള്ള വാർത്ത ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ്. കാവ്യ. ശരി, സുജുജി ബാബു ആണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ന് പുലർച്ചെ പെൺകുട്ടി സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ, തൃശൂർ സ്വദേശി അടക്കമുള്ള 2 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്.